ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പീരുമേട് പരുന്തുംപാറയിൽ ഗ്രീൻ ടോൾ ഗേറ്റ് സ്ഥാപിച്ചു. പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രീൻ ടോൾ ഗേറ്റ് സ്ഥാപിച്ചത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം നിർവഹിച്ചു. പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തുംപാറ. അവധി ദിനങ്ങളിലും അല്ലാതെയും കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തി മടങ്ങുന്നത്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. പരുന്തുംപാറ സഞ്ചാരി സൗഹൃദമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ത്രിതല പഞ്ചായത്തുകൾ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പഞ്ചായത്തുകൾക്ക് വികസന പ്രവർത്തനങ്ങൾക്കായി ഒരു വരുമാനവും പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടമായാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഗ്രീൻ ടോൾ ഗേറ്റ് സ്ഥാപിച്ചത്. പരുന്തുംപാറയിൽ ടൂറിസം മേഖലയിൽ ഒട്ടേറെ നവീന പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്ത് തയ്യാറായിരിക്കുകയാണ്. ചെക്ക് ഡാം, പെഡൽ ബോട്ടിംഗ് തുടങ്ങിയ വിനോദ ഉപാധികൾ ആദ്യഘട്ടമെന്ന നിലയിൽ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ പറഞ്ഞു. പ്രാഥമിക സൗകര്യങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയിരുന്നു. വാഹന പാർക്കിങ്ങിന് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചെക്ക് ഡാം, പെഡൽ ബോട്ടിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കുകയാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ വിനോദസഞ്ചാരികളിൽ നിന്നും ചെറിയ ഫീസ് ഈടാക്കാനായി ഗ്രീൻ ഗേറ്റ് സ്ഥാപിക്കുകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഗ്രീൻ ഗേറ്റ് ഉദ്ഘാടനം ചെയ്തു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും ആത്യന്തികവും അടിസ്ഥാനപരമായും വേണ്ടത് വൃത്തിയും വെടിപ്പും ആളുകൾക്ക് ആവശ്യമായ സാഹചര്യങ്ങളുമാണ്. ദിവസേന 10,000-5,000 ആളുകൾ വരുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചെക്ക് പോസ്റ്റ് വെക്കുന്നത്. നമ്മൾ ഇവിടെ വരുന്ന ആളിനോട് 20-25 രൂപ വണ്ടി നിർത്തി വാങ്ങുമ്പോൾ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ്. പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, വാർഡ് മെമ്പർ A രാമൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ്, പഞ്ചായത്ത് സെക്രട്ടറി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.